ഹായ് ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജയേഷ്, മലമ്പുഴ ഐ ടിയിൽ ഫിറ്റർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഹൈഡ്രോ മോട്ടേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. രണ്ട് ഭാഗമായിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ എന്താണ് ഹൈഡ്രോ മോട്ടേഴ്സ്, ഹൈഡ്രോ മോട്ടേഴ്സിൻ്റെ ടൈപ്പുകൾ എന്നിവയെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഹൈഡ്രോളിക് പമ്പുകളുടെ വീഡിയോ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ ഫിറ്റർ ട്രേഡിലെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. ഹൈഡ്രോ മോട്ടേഴ്സ് പാർട്ട് 1. This is a rotary actuator used in hydraulics, also called as hydraulic motors. This is very useful when a rotary motion is required. Rotary action is achieved by these hydro motors. ഹൈഡ്രോളിക്സിലെ റോട്ടറി ആക്ച്വേറ്ററിനെയാണ് ഹൈഡ്രോ മോട്ടർ എന്ന് പറയുന്നത്. ഇതിനു മുൻപേ നമ്മൾ ലീനിയർ ആക്ച്വേറ്ററിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നിവയെക്കുറിച്ചെല്ലാം. അത് ലീനിയർ മോഷനാണ് സാധ്യമാവുന്നത്. ഇതിൽ റോട്ടറി മോഷനാണ് സാധ്യമാവുന്നത്. റോട്ടറി മോഷൻ എവിടെ ആവശ്യമുണ്ടോ അവിടെയാണ് നമ്മൾ റോട്ടറി മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇതിനെ ഹൈഡ്രോളിക് മോട്ടേഴ്സ് എന്നും കൂടെ പറയുന്നു. സിമിലർ ടു ലീനിയർ ആക്ച്വേറ്റർ, ദിസ് ആൾസോ ക്യാൻ ബി കൺട്രോൾഡ് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, പ്രഷർ ഓഫ് ഓർ ടോർക്ക് റിക്വയർമെൻറ്റ്. ലീനിയർ ആക്ച്വേറ്ററിൻ്റെ പോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, പ്രഷർ ഇവയെല്ലാം കൺട്രോൾ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള ടോർക്ക് സെറ്റ് ചെയ്യാനും ഹൈഡ്രോ മോട്ടോർ ഉപയോഗിച്ചു വരുന്നു. Nearly all elements used in linear circuit are used in rotary circuit also. Cylinders provide in linear motor, whereas hydro motors provide rotary motion. അപ്പോൾ ലീനിയർ സർക്യൂട്ടിൽ നമ്മൾ എന്തൊക്കെ എലമെൻസ് ആണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ എലമെൻസ് എല്ലാം തന്നെ ഈ റോട്ടറി സർക്യൂട്ടിലും ഹൈഡ്രോ മോട്ടോഴ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ലീനിയർ മോഷൻ സിലിണ്ടറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ഹൈഡ്രോ മോട്ടേഴ്സിൽ റോട്ടറി മോഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ റോട്ടറി മോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹൈഡ്രോ മോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതൊരു റോട്ടറി ആക്ച്വേറ്ററാണ്. വേരിയസ് ടൈപ്സ് ഓഫ് ഹൈഡ്രോ മോട്ടേഴ്സ്. ഹൈഡ്രോ മോട്ടേഴ്സിൻ്റെ ടൈപ്പുകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഹൈഡ്രോ മോട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഇൻറ്റേർണൽ ഡിസൈൻ. ഹൈഡ്രോ മോട്ടേഴ്സ് ആർ 3 types, namely gear type, vane type, piston type. 3 തരത്തിലുള്ള ഹൈഡ്രോ മോട്ടറുകളാണുള്ളത്. അതിൻ്റെ ഇൻറ്റേർണൽ ഡിസൈൻ അനുസരിച്ചാണ് ഈ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തത് ഗിയർ ടൈപ്പ്, രണ്ടാമത്തത് വെയിൻ ടൈപ്പ്, മൂന്നാമത്തത് പിസ്റ്റൺ ടൈപ്പ്.
All these types have the common principles of working. These almost resemble a hydraulic pump in construction. Operations of hydraulic motor is opposite that of hydraulic pump. ഈ മൂന്ന് ടൈപ്പ് മോട്ടോറുകൾക്കും പൊതുവായിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഉള്ളത്. ഹൈഡ്രോളിക് പമ്പുമായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വളരെയധികം സാമ്യമുണ്ട്. എന്നാൽ ഹൈഡ്രോ മോട്ടോറിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ഹൈഡ്രോളിക് പമ്പുമായിട്ട് നേരെ ഓപ്പോസിറ്റാണ്. എങ്ങനെയാണോ ഹൈഡ്രോളിക് പമ്പുകൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഹൈഡ്രോളിക് മോട്ടറുകൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് പമ്പുകളെക്കുറിച്ചുള്ള വീഡിയോ കാണേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള ഗിയർ ടൈപ്പ് മോട്ടോഴ്സ്. ഗിയർ മോട്ടോഴ്സ് ആർ ഡിസൈൻഡ് either as gear on gear motor, external gear, or gear in gear motor, internal gear. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഗിയർ മോട്ടോറുകളാണുള്ളത്. ഗിയർ ഓൺ ഗിയർ മോട്ടോറും ഗിയർ ഇൻ ഗിയർ മോട്ടോറും. In gear on gear motor, oil enters the inlet port with pressure. The oil forces the gears to rotate and the oil flows out of the outlet. Gear on gear motorൽ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇൻലെറ്റിലൂടെ വരികയും ഗിയറുകളെ കറക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഓയിൽ ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഒരു ഗിയറിൽ നിന്നാണ് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഡ്രൈവ് എടുക്കുന്നത്. ഗിയർ ടൈപ്പ് മോട്ടോറിൻ്റെ അല്ലെങ്കിൽ ഗിയർ ഓൺ ഗിയർ മോട്ടോറിൻ്റെ ഒരു ലൈൻ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻലെറ്റിൽ നിന്നും ഹൈഡ്രോളിക് ഓയിൽ ഈ മോട്ടറിനകത്തേക്ക് പ്രവേശിച്ച് പുറത്തു പോകുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളെ 3 സെഗ്മെൻ്റായിട്ട് തിരിച്ചിട്ടാണ് ഇതിനകത്തെ പ്രവർത്തനം എന്താണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു? These two teeth are subjected to high pressure and tends to rotate gears in direction of arrows. 2 ടീത്തിലേക്കാണ് ആരോ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗിയറുകൾ കറങ്ങുന്ന ആരോ സെൻറ്ററിലും കാണിച്ചിട്ടുണ്ട്, കറങ്ങുന്ന ഡയറക്ഷൻ്റെ ആരോ. അതായത് ഈ 2 ടീത്തിലും ഫ്ലൂയിഡിൻ്റെ ഹൈ പ്രഷറാണ് ആക്ട് ചെയ്യുന്നതിനാൽ 2 ഗിയറുകളും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കറങ്ങുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, സെഗ്മെൻറ്റ് ഓഫ് 2 മെഷിംഗ് ടീത്ത്സ് tends to opposite rotation, making net torque available a function of one tooth. ഈ ഭാഗത്ത് 2 ഓപ്പോസിറ്റായി കറങ്ങുന്ന ഗിയർ ടീത്ത് ഉള്ളതിനാൽ തന്നെ ഇവിടെ മൊത്തം ടോർക്ക് ഒരു ടീത്തിൽ ലഭ്യമാവും. തേർഡ് വൺ, pressure between teeth in the segment pushes both ways and does not affect torque as oil is carried around to outlet. ഈ ഭാഗത്ത്
ടീത്തിന് ഇടയിലുള്ള പ്രഷർ കാരണം രണ്ട് ഭാഗത്തേക്കും പുഷ് ചെയ്യുന്നു. പക്ഷേ ചുറ്റുഭാഗവും ഔട്ട്ലെറ്റ് വരെ ഓയിലുള്ളതിനാൽ തന്നെ ടോർക്കിനെ ബാധിക്കുന്നില്ല. ഫോർത്ത് വൺ, these two teeth have only tank line pressure opposing them. ഈ രണ്ട് ടീത്തിനെയും ടാങ്ക് ലൈൻ പ്രഷർ മാത്രമേ ഓപ്പോസ് ചെയ്യുന്നുള്ളൂ. അത് ഇൻലെറ്റ് പ്രഷറിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ ഔട്ട്ലെറ്റ് വഴി ഓയിൽ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഗിയർ പമ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻലെറ്റ് വഴി ഹൈ പ്രഷർ ഓയിൽ മോട്ടറിനകത്തേക്ക് വരുന്നു. ഗിയർ ടീത്തിൻ്റെ ഇടയിൽ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ട്രാപ്പ് ചെയ്ത് രണ്ട് ഗിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ എത്രത്തോളം പ്രഷറിലാണ് നമ്മൾ ഓയിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും റോട്ടറി മോഷൻ നമുക്ക് ലഭ്യമാവുക. ഈ ഗിയറിൽ നിന്നാണ് നമ്മൾ ഡ്രൈവ് ഷാഫ്റ്റ്, അതായത് ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമുള്ള ഡ്രൈവ് ഷാഫ്റ്റിലേക്ക് പവർ എടുക്കുന്നത്. അതിനുശേഷം ഓയിൽ ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഗിയർ ടൈപ്പ് മോട്ടറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റോട്ടറിൽ ഒരു ഗിയറുണ്ട്, അതുപോലെ കേസിങ്ങിൽ ഒരു ഗിയറും കൂടെ ഉണ്ട്. ഇൻലെറ്റ് വഴി വരുന്ന ഓയിൽ രണ്ട് ഗിയറിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്ത് ഇൻലെറ്റ് പ്രഷർ കാരണം റോട്ടർ ഗിയർ കറങ്ങുന്നു. അങ്ങനെ ഔട്ട്ലെറ്റ് വഴി ഓയിൽ ടാങ്കിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ ഗിയറിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഡ്രൈവ് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഗിയർ മോട്ടോർ എന്ന് കാണുന്ന അവിടെ ഒരു ഡ്രൈവ് ഷാഫ്റ്റിൻ്റെയും കീയുടെയും ചിത്രം കാണാം. അപ്പോൾ ഡ്രൈവ് ഷാഫ്റ്റ് കണ്ടിന്യൂസ് ആയി കറങ്ങുന്നത് കാരണം നമുക്ക് റൊട്ടേഷൻ ഡ്രൈവ് ലഭിക്കുകയും ചെയ്യുന്നു. The speed of the motor depends on the amount of flow per minute and the motor torque depends on the pressure of oil. ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ സ്പീഡ് നമ്മൾ എത്രത്തോളം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ കൂടുതൽ ഓയിൽ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്പീഡ് നമുക്ക് ഡ്രൈവ് ഷാഫ്റ്റിൽ കിട്ടും. അതുപോലെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ടോർക്ക് ഡിപ്പെൻസ് ഓൺ പ്രഷർ ഓഫ് ഓയിൽ. പ്രഷറിനെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. These motors have the lowest volumetric efficiencies of about 70 to 80%. 70 to 80% വോളിയോമെട്രിക് എഫിഷ്യൻസി ആയിരിക്കും ഗിയർ മോട്ടോറുകൾക്ക് ലഭ്യമാവുക. അപ്പോൾ വോളിയോമെട്രിക് എഫിഷ്യൻസി അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കൽ ഫ്ലോ റേറ്റും ആക്ച്വൽ ഫ്ലോ റേറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. ഓരോ മോട്ടോറിൻ്റെയും തിയററ്റിക്കൽ ഫ്ലോ റേറ്റ് ഉണ്ടാവും. പക്ഷേ തിയററ്റിക്കൽ ഫ്ലോ റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല, കുറച്ച് സ്ലിപ്പായിട്ട് പോവും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റേഷ്യോയാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ വോളിയോമെട്രിക് എഫിഷ്യൻസി 70 to 80% ആണ് ഗിയർ മോട്ടോറിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. ദ പ്രഷർ ഓഫ് ഓയിൽ creates the torque in the same way as that of on a lever.
ഒരു ലിവറിൽ എങ്ങനെയാണോ ടോർക്ക് ആക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ആക്ട് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദിസ് ഈസ് എ മോട്ടോർ വിച്ച് ഈസ് വെരി സ്മൂത്ത് ഇൻ റണ്ണിങ് ആൻഡ് കോമ്പാക്റ്റ് ഇൻ ഡിസൈൻ. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു റണ്ണിങ് ആയിരിക്കും ഈ മോട്ടറിന് ഉണ്ടാവുക. അതുപോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത്തരം മോട്ടറുകൾക്കുള്ളത്. അടുത്തായി വെയിൻ ടൈപ്പ് മോട്ടോർ. ഇൻ എ വെയിൻ മോട്ടോർ, വെയിൻ ഈസ് ബീയിങ് മൂവ്ഡ് എലോങ് വിത്ത് ദ ഷാഫ്റ്റ് ബൈ ദ ഓയിൽ ഫ്ലോ. The prominent feature of the vein motor is the sliding vein. ഇപ്പോൾ വെയിൻ മോട്ടറിൻ്റെ ഒരു പ്രൊമിനൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സ്ലൈഡിങ് വെയിൻ ആയിരിക്കും. അത് ഷാഫ്റ്റിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫ്ലോ ചെയ്യുമ്പോൾ ആ റോട്ടറിൻ്റെ ഇടയിലുള്ള സ്ലോട്ടിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈച്ച് ഷാഫ്റ്റ് വിൽ ഹാവ് മോർ ദാൻ വൺ വെയിൻ വിച്ച് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ്. ഒരു റോട്ടറിൽ തന്നെ ഒന്നിൽ കൂടുതൽ വെയിനുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റൊട്ടേഷൻ നമുക്ക് നൽകും. ദി വെയിൻ ഇൻ ദ സ്ലോട്ട് എക്സ്റ്റെൻഡ് ഔട്ട് ബൈ ദ ആക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് ഓയിൽ പ്രഷർ. ഓയിൽ പ്രഷറിൻ്റെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും കാരണം കൊണ്ട് തന്നെയാണ് സ്ലോട്ടിൽ നിന്നും വെയിനുകൾ പുറത്തേക്ക് വരുന്നതും അതുപോലെ അകത്തേക്ക് പോകുന്നതും. ദിസ് ഹാസ് എ ഹൈ സ്പീഡ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടർ. ഹൈ സ്പീഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മോട്ടോറുകളാണ് വെയിൻ ടൈപ്പ് മോട്ടോറുകൾ. അപ്പോൾ ഒരു വെയിൻ ടൈപ്പ് മോട്ടറിൻ്റെ ഫിഗറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമെല്ലാം വെയിൻ ടൈപ്പ് പമ്പിൻ്റെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ ഒന്നുകൂടെ കാണേണ്ടതാണ്. വെയിൻ ടൈപ്പ് പമ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൽ നടക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇതിലൊരു വെയിൻ ടൈപ്പ് പിന്നെ മോട്ടോറിൻ്റെ ഏറ്റവും പുറമെ കാണുന്നത് സ്ട്രോക്ക് റിംഗ് എന്ന് പറയും. അതിനകത്തായിട്ടൊരു റോട്ടർ കാണാം. റോട്ടറിലാണ് സ്ലൈഡിങ് വെയിനുകളുള്ളത്. ഹൈ പ്രഷർ ഓയിൽ ഇല്ലറ്റ് വഴി വെയിൻ മോട്ടറിന് അകത്ത് വരുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വെയിൻ റോട്ടറിനകത്തേക്കും പുറത്തേക്കും സ്ലോട്ടിൽ സ്ലൈഡ് ചെയ്യുന്നു. വെയിനുകൾക്കിടയിലൂടെ ഓയിൽ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതിനാൽ റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കും. റോട്ടറിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഡ്രൈവ് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡ്രൈവ് ഷാഫ്റ്റിൽ നിന്നും നമ്മൾ ഡ്രൈവ് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വെയിൻ ടൈപ്പ് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. ഇപ്പോൾ വെയിൻ ടൈപ്പ് മോട്ടറിൻ്റെ ഒരു ബേസിക് ഓപ്പറേഷൻ, അതിൻ്റെ മൂവ്മെൻറ്റിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നാണ് ഈ അടുത്ത ഫിഗറുമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ ഡ്രൈവ് ഷാഫ്റ്റ് കാണാം, അതുപോലെ റോട്ടർ കാണാം, സിസ്റ്റം പ്രഷർ. ഒന്നാമത് പ്രഷർ ഓൺ ദിസ് വെയിൻ മീൻസ് എ ഫോഴ്സ്. ഒരു വെയിനിൽ നമ്മളൊരു പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തത് ദ റിസൾട്ടിംഗ് ഫോഴ്സ് ഓൺ ദ വെയിൻ ക്രിയേറ്റ്സ് എ ടോർക്ക് ഓൺ ദി മോട്ടോർ ഷാഫ്റ്റ്. നമ്മൾ ഇൻപുട്ടിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു റിസൾട്ടിംഗ് ഫോഴ്സ് കിട്ടുന്നു. അത് നമുക്ക് കിട്ടുന്നത് ടോർക്ക് ആയിട്ടാണ്. അതാണ് നമ്മളെ ഡ്രൈവ് ഷാഫ്റ്റിൽ കിട്ടുന്നത്, മോട്ടറിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റിൽ കിട്ടുന്നത്. അടുത്തത് പിസ്റ്റൺ ടൈപ്പ് മോട്ടോർ. Piston motor is totally different from the other two types in its construction. Piston motors are two types. വെയിൻ മോട്ടറിൻ്റെയും ഗിയർ മോട്ടറിൽ നിന്നും വളരെ വ്യത്യസ്തമായ കൺസ്ട്രക്ഷനാണ് പിസ്റ്റൺ മോട്ടോറിന് ഉള്ളത്. ഇത് രണ്ട് ടൈപ്പാണുള്ളത്. ആക്സിയൽ പിസ്റ്റൺ മോട്ടോർ, റേഡിയൽ പിസ്റ്റൺ മോട്ടോർ. രണ്ട് ടൈപ്പ് മോട്ടോറുകളാണുള്ളത്. ആക്സിയൽ പിസ്റ്റൺ മോട്ടോറും റേഡിയൽ പിസ്റ്റൺ മോട്ടോർ. പിസ്റ്റൺ മോട്ടോറിൻ്റെ രണ്ട് ടൈപ്പുകൾ.
These motors are the most volumetric efficient motors rating up to 95% efficiency. 95% വോളിയോമെട്രിക് എഫിഷ്യൻസി ഉള്ള മോട്ടോറുകളാണ് പിസ്റ്റൺ ടൈപ്പ് മോട്ടോറുകൾ. അപ്പോൾ ഇവിടെയും ആക്സിയൽ പിസ്റ്റൺ പമ്പ്, റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്നിവയുടെ വീഡിയോകൾ കണ്ടെങ്കിൽ ആക്സിയൽ പിസ്റ്റൺ മോട്ടോറിൻ്റെയും റേഡിയൽ പിസ്റ്റൺ മോട്ടോറിൻ്റെയും വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. The operating principle of these type of motors are opposite to piston pump. In a piston and barrel assembly, when oil with pressure is allowed, it pushes the piston out. The piston in turn with the other piston starts the rotary motion and continue the rotation. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റൺ മോട്ടറിൻ്റെ നേർ വിപരീതമാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത്തരം മോട്ടോറിൽ ഒന്നിലധികം പിസ്റ്റണുകൾ ബാരലിന് അകത്ത് ഉണ്ടാവും. ഒരു സിലിണ്ടർ ബ്ലോക്കിന് അകത്താവും ഈ പിസ്റ്റണുകൾ കാണുക. പിസ്റ്റണിൻ്റെ അറ്റം സ്വാഷ് പ്ലേറ്റിലായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിസ്റ്റൺ മോട്ടോർസ് ഹാവ് ദ ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇറ്റ്സ് പ്ലേസ് ഇൻ ഹൈ എഫിഷ്യൻസി ഫാസ്റ്റ് ഓപ്പറേറ്റിംഗ് ഹൈ പ്രഷർ സർക്യൂട്ടറി. പിസ്റ്റൺ മോട്ടറിന് ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസി ഉണ്ട്. ഫാസ്റ്റ് ഓപ്പറേറ്റിംഗ് ഹൈ പ്രഷർ സർക്യൂട്ടറിലൊക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പിസ്റ്റൺ മോട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ഓയിൽ അണ്ടർ പ്രഷർ ഇൻ ഇൻലെറ്റ്, 2 exerts force on pistons forcing them out of the cylinder block, shoe retainer plate, drive shaft. The piston thrust is transmitted to the angle swash plate causing rotation. Piston subassembly, piston shoe plate and cylinder block rotate together. The drive shaft is splined to the cylinder block. As the piston passes the inlet, it being to return into its bores because of the swash plate angle. Exhaust fluid is passed into the outlet port. ഒരു ഔട്ട്ലെറ്റ് പോർട്ട്. ഇതെല്ലാം പിസ്റ്റൺ പമ്പിൻ്റെ, സ്വാഷ് പ്ലേറ്റ് പിസ്റ്റൺ പമ്പിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് മാത്രം. അപ്പോൾ ഇത്തരം മോട്ടറുകളിൽ ഒന്നിലധികം പിസ്റ്റൺ ബാരലുകൾ ഉണ്ടാവും. ഒരു സിലിണ്ടർ ബ്ലോക്കിനകത്താവും ഈ പിസ്റ്റണുകൾ കാണുക. പിസ്റ്റണിൻ്റെ അറ്റം സ്വാഷ് പ്ലേറ്റിലായിരിക്കും ബന്ധിപ്പിച്ചിരിക്കുക. ഇൻലെറ്റ് വഴി പ്രഷറൈസ് ഓയിൽ മോട്ടറിനകത്ത് വരുമ്പോൾ പിസ്റ്റൺ പുറകിലോട്ട് നീങ്ങും. അതേസമയം ഓപ്പോസിറ്റ് സൈഡിലെ ബാരലിലെ പിസ്റ്റണുകൾ മുന്നോട്ടും നീങ്ങും. അതിനുശേഷം അടുത്ത പിസ്റ്റണിലും ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നതിനാൽ സ്വാഷ് പ്ലേറ്റ് കറങ്ങും. സ്വാഷ് പ്ലേറ്റിൻ്റെ അഗ്രഭാഗത്താണ് ഡ്രൈവ് ഷാഫ്റ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ ഡ്രൈവ് ഷാഫ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ടോർക്ക് ലഭിക്കും. ഇതൊരു റേഡിയൽ ടൈപ്പ് പിസ്റ്റൺ മോട്ടോറിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. അപ്പോൾ റേഡിയൽ പമ്പിൻ്റെ തന്നെ ഓപ്പോസിറ്റ് പ്രവർത്തനമായിരിക്കും ഇതിലും നടക്കുക. റോട്ടറിനകത്ത് റേഡിയലായിട്ടാണ് പിസ്റ്റണുകളുള്ളത്. ഇൻലെറ്റ് വഴി വരുന്ന പ്രഷറൈസ്ഡ് ഓയിൽ
റേഡിയൽ പിസ്റ്റണിനെ റേഡിയലായി മൂവ് ചെയ്യിക്കുന്നതിനോടൊപ്പം റോട്ടറിനെ കറക്കുകയും ചെയ്യുന്നു. റോട്ടറിൽ ഡ്രൈവ് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്തതിനാൽ ഔട്ട്ലെറ്റിൽ റോട്ടറി മോഷനായിരിക്കും നമുക്ക് ലഭിക്കുക. ഔട്ട്ലെറ്റിലല്ല, ഔട്ട്പുട്ടിൽ നമുക്ക് റോട്ടറി മോഷനായിരിക്കും ലഭിക്കുക. ഡ്രൈവ് ഷാഫ്റ്റ്, അതായത് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് റോട്ടറി മോഷനായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ എന്താണ് ഹൈഡ്രോ മോട്ടർ, അതുപോലെ ഹൈഡ്രോ മോട്ടറിൻ്റെ 3 തരത്തിലുള്ള 3 ടൈപ്സുകളെക്കുറിച്ചും ആണ് വിശദമാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹൈഡ്രോളിക് പമ്പുകളെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായ ആനിമേഷൻ എല്ലാം തന്നെ ഉണ്ട്. ആ ആനിമേഷനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് പമ്പുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. ഹൈഡ്രോളിക് പമ്പുകളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഹൈഡ്രോളിക് മോട്ടോറുകളിലെല്ലാം നടക്കുന്നത്. നിങ്ങളെല്ലാവരും ആ വീഡിയോ മസ്റ്റായിട്ടും കാണേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.